കോൺഗ്രസ് വിടുന്നത് അവഗണന മൂലമെന്ന് പത്മജ വേണുഗോപാൽ. തന്നെ മാത്രമല്ല അച്ഛനെയും കോൺഗ്രസ് നേതൃത്വം അപമാനിച്ചുവെന്നും പത്മജ പറഞ്ഞു. കോൺഗ്രസിൽ പരാതി പറയാൻ പോലും നേതൃത്വമില്ലാത്ത അവസ്ഥ. BJP തെരഞ്ഞെടുക്കാൻ കാരണം കരുത്തുറ്റ നേതൃത്വമാണ്. പാർട്ടിയെ പലകുറി ചതിച്ചതാരെന്ന് ജനങ്ങൾക്ക് അറിയാമെന്നും പത്മജ ജനം TVയോട് വ്യക്തമാക്കി. ഞാൻ കഴിഞ്ഞ ഒരു 3 കൊല്ലം മുമ്പ് എന്നെ ഇലക്ഷന് എനിക്ക് വ്യക്തമായിട്ട് അറിയായിരുന്നു. ആദ്യത്തേൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നുള്ളൂ ആരൊക്കെ തോപ്പിച്ചു, രണ്ടാമത്തേൽ എനിക്ക് ഉറപ്പായി ആരൊക്കെ എന്നെ തോപ്പിച്ചെന്നുള്ളത്. അപ്പൊ അതോടുകൂടി ഞാൻ ഈ പാർട്ടിയോട് യാത്ര പറയാൻ റെഡി ആയതാണ്. ഞാൻ പലപ്പോഴും DC അവരോടൊക്കെ പറഞ്ഞാണ്, KPC പ്രസിഡന്റിനോടൊക്കെ ഞാൻ പറഞ്ഞാണ്. അപ്പൊ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു അച്ഛന്റെ മന്ദിരം പണിയാം, ഞങ്ങൾ 1 കൊല്ലത്തിൽ പണിത് തരാന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ആഗ്രഹം കൊണ്ട് വീണ്ടും നാണക്കേട് സഹിച്ച് ഇതിൽ ഞാൻ നിന്നു. എന്നിട്ട് അന്ന് KPC വൈസ് പ്രസിഡന്റ് ആയിരുന്ന എന്നെ ഞാനൊരു നേതാവിന്റെ അനുയായിന് എന്തോ കുറ്റം പറഞ്ഞു കേട്ട് എന്നെ നേരെ അടിച്ച് താഴ്ത്തി എക്സിക്യൂട്ടീവിലേക്ക് ഇട്ടു ഇവര്. അപ്പൊ അത് കഴിഞ്ഞപ്പോ എന്നിട്ട് ഞാൻ 3 കൊല്ലമൊക്കെ സഹിച്ച് അച്ഛന്റെ മന്ദിരം പണിയെന്നുള്ള ആഗ്രഹത്തിൽ നിന്നത്. പക്ഷെ എനിക്ക് എവിടുന്നും അവഗണനയാ കിട്ടിയ കാര്യത്തില്, എല്ലാ സ്ഥലത്തും. അപ്പൊ ഞാൻ അന്ന് തീരുമാനിച്ചു ഇനിയിപ്പോ വേറെ പാർട്ടി പോണെന്നൊന്നും ഞാൻ തീരുമാനിച്ചിരുന്നില്ല. സത്യം പറഞ്ഞ രാജിവെക്കണം എന്ന് മാത്രമേ വിചാരിച്ചിരുന്നുള്ളൂ. പിന്നെ ഈ പറഞ്ഞ മാതിരി എന്താ പറയണ്ടേ, ഏത് പാർട്ടിക്കും ഒരു ലീഡർഷിപ്പ് ആവശ്യമാണ്. കോൺഗ്രസിൽ ഇപ്പം ആരോട് പരാതി പറയാനും കൂടി ഇതില്ല, അങ്ങനത്തെ ഒരു സ്ഥിതിയാണ്. അപ്പൊ ലീഡർഷിപ്പുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിലാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ BJP-നെ ആലോചിച്ചത് പോലും അക്കാര്യത്തില്. അച്ഛൻ മരിച്ചതും മനസ്സിന് വിഷമായിട്ടാണ്. അത് കഴിഞ്ഞിട്ട് അച്ഛനോട് കാണിക്കുന്നതും അച്ഛനെ ഇതാവുന്നതാണ്. അപ്പൊ എല്ലാം കൂടി കണ്ടപ്പോ സത്യം പറഞ്ഞാൽ ഈ പാർട്ടി വേണ്ട എന്നങ്ങ് തീരുമാനിച്ചു ഞാൻ. അത്രയേ ഉള്ളൂ. മുരളിയേട്ടൻ പറയരുത് ചതിച്ചു എന്നുള്ളത്, ബാക്കി ആര് പറഞ്ഞാലും ഞാൻ കേൾക്കാം. കാരണം ഞാൻ ജനിച്ച തൊട്ട് ഈ പാർട്ടീനെയോ ഈ കാലം വരെ ഞാൻ ചെയ്യാത്ത ആളാ. പല പ്രാവശ്യം കോൺഗ്രസിനെ ചതിച്ചു പോയത് ഞാനാണോ മുരളിയേട്ടനാണോ ജനങ്ങൾക്കറിയാലോ. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും MK വിനോദ് ചേരുകയാണ്. വിനോദ്, അല്പസമയത്തിനകം 5 മണിക്കാണ് JP നദ്ദിനിൽ നിന്ന് പത്മജ വേണുഗോപാൽ BJP-യുടെ അംഗത്വം സ്വീകരിക്കുക. കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ക്ഷീണം തന്നെയല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് രാഷ്ട്രീയ വിദഗ്ധരുടെ അടക്കം ഒരു പൊതുവെയുള്ള വിലയിരുത്തലും പുറത്തു വരുന്നത്? KP സുരേഷ്, കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു പ്രഹരം തന്നെയാണ് ഏറ്റിരിക്കുന്നത്. അത് കോൺഗ്രസിൻ്റെ തറവാട്ടിൽ നിന്നുമാണ് ഒരാൾ BJP-യിലേക്ക്, അതായത് ദേശീയ രാഷ്ട്രീയത്തിലേക്ക്, അല്ലെങ്കിൽ ദേശീയ കാഴ്ചപ്പാടുള്ള, അല്ലെങ്കിൽ കൃത്യമായി പത്മജയുടെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല നേതൃത്വമുള്ള ഒരു പാർട്ടിയിലേക്ക് പോകുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് വലിയ ക്ഷീണം തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ കോൺഗ്രസിൻ്റെ നട്ടെല്ലായിരുന്നു K കരുണാകരൻ. ലീഡറുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ, സ്വന്തം മകൾ തന്നെ BJP-യിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിന് ഇത് എങ്ങനെ വ്യാഖ്യാനിക്കണം എന്ന് പോലും അവർക്ക് അറിയുന്നില്ല. അതുകൊണ്ടാണ് പത്മജയെ വ്യക്തിപരമായി തന്നെ മോശപ്പെടുത്തിക്കൊണ്ട് സഹോദരനായിട്ടുള്ള K മുരളീധരൻ പോലും പറഞ്ഞത് കൊടുക്കാവുന്ന സ്ഥാനങ്ങളെല്ലാം കൊടുത്തു, അങ്ങനെ വർക്ക് അറ്റ് ഹോമിലിരുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് സഹോദരിയെ അപമാനിക്കുന്ന ഒരു രീതിയാണ് K മുരളീധരൻ കാണിച്ചത്. പക്ഷേ പത്മജ അതിനെയൊക്കെ തൻ്റെ സ്വന്തം ജ്യേഷ്ഠനോട് വളരെ സൗഹാർദ്ദപരമായി ചിരിച്ചുകൊണ്ടാണ് ഇപ്പം നമ്മളോട് പോലും പ്രതികരിച്ചത്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് വലിയ ക്ഷീണം തന്നെയാണ്. K കരുണാകരൻ്റെ മകൾ പോകുന്നു. അത് മാത്രമല്ല AK ആന്റണി, K കരുണാകരൻ എന്ന് പറയുന്ന 2 നേതാക്കളാണ് കോൺഗ്രസിന് ഇവിടെ കേരളത്തിൽ അതിൻ്റെ ഒരു മുഖമായിട്ടുണ്ടായിരുന്നത്. ഇവരുടെ 2 നേതാക്കളുടെയും മക്കൾ BJP-യിലേക്ക് പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ കോൺഗ്രസിന് എത്രമാത്രം അപജയം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. പത്മജ പറഞ്ഞത് തന്നെ നമ്മൾ കേട്ടതാണല്ലോ. അവിടെ പരാതി കേൾക്കാൻ പോലും ഒരു നേതാവില്ല. നേതൃത്വമില്ലാതെ എങ്ങനെ സംഘടന മുന്നോട്ട് പോകും എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് കൂട്ടായ നേതൃത്വം എന്ന് പറയുമ്പോഴും ഇത് കൂട്ടായ ഗ്രൂപ്പുകളുടെ ഒരു സംഘടനയായി മാറിയിരിക്കുന്നു. ഒരു കാര്യവും കൃത്യമായി മുന്നോട്ട് പോകുന്നില്ല. നേതാക്കൾ പോലും പരസ്പരം അസഭ്യം പറയുന്ന സാഹചര്യം നമ്മൾ കാണുന്നതാണ്. വാർത്താ സമ്മേളനത്തിലൊക്കെ തന്നെ K സുധാകരൻ സതീശനോട് പറഞ്ഞത് എന്താണ്, അദ്ദേഹം പിന്നീട് തിരുത്തി പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാണ്. ഇത്തരത്തിൽ നേതൃത്വമില്ലാതെ നടുക്കടലിൽ കിടന്ന് ഉഴലുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് മനസ്സുമടിച്ച പത്മജ അടക്കമുള്ള നേതാക്കൾ പോയിരിക്കുന്നു. ഇനിയും നിരവധി നേതാക്കൾ വരാനുണ്ട് എന്നാണ് K സുരേന്ദ്രൻ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് വലിയ അപജയമാണ്. കേരള രാഷ്ട്രീയത്തിൽ BJP-യെ
ഏതായാലും വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ പ്രഹരം തന്നെയായിരിക്കാണ് പത്മജയുടെ BJP-യിലേക്കുള്ള ഒരു കുടമാറ്റം. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഡൽഹിയിൽ ഇതുമായി ബന്ധപ്പെട്ട JP നദ്ദയിൽ നിന്നും പത്മജ അംഗത്വം സ്വീകരിക്കും. ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും വലിയ ചലനം തന്നെയാണ് ലീഡറുടെ മകളുടെ BJP പ്രവേശനം ഏതായാലും ചർച്ചാ വിഷയമായിരിക്കുന്നത്. MK വിനോദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.